കുട്ടികളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2024 ഓഗസ്റ്റ് 29 നടന്ന CH പ്രതിഭ ക്വിസിൻ്റെ LP സ്കൂൾ തലം ചോദ്യങ്ങളാണ്. അക്ഷരമുറ്റത്തിൻ്റെ ഓഗസ്റ്റ് 28 നടന്ന സബ് ജില്ലാതല ചോദ്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അതൊക്കെ പോയി കാണുക. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ നോക്കണം. നമ്മുടെ ചാനൽ നൽകിയിട്ടുള്ള ഭൂരിഭാഗം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ? അക്ഷരമുറ്റത്തിന് വന്നിക്കണ്, പ്രതിഭക്കും. ഇനി നമുക്ക് മെൻ്റൽ എബിലിറ്റിൻ്റെ ഒരു വീഡിയോ നൽകാം കേട്ടോ. അതാണ് നമ്മൾ നൽകാത്തത്. അത് എല്ലാ ക്വസ്റ്റ്യൻസിലും കാണുന്നുണ്ട്. മെൻ്റൽ എബിലിറ്റിൻ്റെ ഒരു ചോദ്യം കൂടി വന്നാൽ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ആനുകാലിക വിവരങ്ങൾ, കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. അതിൽ നിന്നാണ് കുറേ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് സിമ്പിളായ രീതിയിലാണ് നമ്മുടെ ചാനലിലൂടെ കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങൾ നൽകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വയനാട് ഉരുൾപൊട്ടൽ പ്രദേശത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്കായി സൈന്യം നിർമ്മിച്ച പാലത്തിൻ്റെ പേരെന്ത്? ബെയ്ലി പാലം. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് സ്ഥാനമൊഴിഞ്ഞ നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി ആര്? ഷെയ്ഖ് ഹസീന. പാരീസ് ഒളിമ്പിക്സ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാകയേന്തിയ മലയാളി ഹോക്കി കളിക്കാരൻ PR ശ്രീജേഷ്. കേരളത്തിൽ 2 തവണ ഉപമുഖ്യമന്ത്രിയായ ഏക വ്യക്തി CH മുഹമ്മദ് കോയ. അഞ്ചാമത്തെ ചോദ്യം, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടുള്ളതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. 55 ഒന്നുകളും 55 നൂറുകളും ചേർന്ന സംഖ്യ ഏത്? 55 നൂറുകൾ എന്ന് പറഞ്ഞാൽ 55 ഗുണിക്കണം 100. അപ്പോൾ എത്ര കിട്ടുക? 5500. ഈ മറ്റൊരു ട്രിക്കാണ്. 55 നൂറുകളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 55നോട് നൂറുകളിൽ എത്ര പൂജ്യം ഉണ്ട് അത് ചേർക്കുക. അപ്പോൾ 5500 കിട്ടും. 5500നോട് 55 ഒന്നുകൾ കൂട്ടുക. അപ്പോൾ 5555. ഇനി 10കളാണെങ്കിൽ 10ത്തെ ഒരു പൂജ്യം ചേർക്കുക. 100ആണെങ്കിൽ 2 പൂജ്യം, 1000 ആണെങ്കിൽ 3 പൂജ്യം. അങ്ങനത്തെ നൂറുകളുള്ളൂ പറ്റുക കേട്ടോ. 20, 50 അങ്ങനത്തെ സംഖ്യകൾ പറ്റില്ല. നമുക്ക് LSS ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കണം. ഓരോ യൂണിറ്റും അതിന് വരുന്ന മാത്സുകളൊക്കെ എങ്ങനെയാണെന്നുള്ളതും അതിൻ്റെ ട്രിക്കുകൾ അനുസരിച്ച് പഠിക്കണം കേട്ടോ. ഫസ്റ്റ് ടൈം എക്സാമിന് ശേഷം, അതായത് ഓണം വെക്കേഷൻ തന്നെ നമുക്ക് നമ്മുടെ LSS ക്ലാസ്സുകൾ തുടങ്ങണം. LSSന് മാത്രമായിട്ട് ഒരു ചാനൽ ഗ്രൂപ്പ് ഉണ്ടാക്കും. അതിലെല്ലാവരും ജോയിൻ ചെയ്യണം. ഇപ്പോൾ ജനറൽ നോളജിനായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, വാട്സപ്പ് ചാനൽ ഗ്രൂപ്പ്. അതിലെല്ലാവരും ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക. കുറേ പേരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. വിവരങ്ങളൊക്കെ ഞാൻ അതിൽ അറിയിക്കാറുണ്ട്. കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങൾ, അതായത് ദിവസം കിട്ടുന്ന പത്രവാർത്തകളും കട്ടിങ്സുകളൊക്കെ അതിൽ നൽകാറുണ്ട്. എല്ലാവരും അതിൽ ജോയിൻ ചെയ്യണം കേട്ടോ. അടുത്ത ചോദ്യം, കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് ഏതു കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് കടലിലാണ്? അറബിക്കടലിൽ അല്ലേ? ഭാരതത്തിലെ ആദ്യ വാട്ടർ സർവീസ് മെട്രോ ആരംഭിച്ചതെവിടെ? കൊച്ചി. സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പതാക ഉയർത്തുന്നതെവിടെ? ചെങ്കോട്ടയിൽ. 10ാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം ഏതാണ്? കരിമീൻ. സൗരയൂഥത്തിലെ ഏതു ഗ്രഹത്തെയാണ് പ്രഭാത നക്ഷത്രം എന്ന് വിളിക്കുന്നത്? ശുക്രൻ. ഏറ്റവും ഉയരത്തിലും കനത്തിലും വളരുന്ന പുല്ലുവർഗത്തിൽപ്പെട്ട സസ്യം ഏത്? മുള. ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത് നമ്മൾ പഠിച്ചത് എന്താണ്? ഏറ്റവും വേഗത്തിൽ വളരുന്ന പുല്ലുവർഗത്തിൽപ്പെട്ട സസ്യം ഏത്? ഇത് തന്നെയാണ് ഏറ്റവും ഉയരത്തിലും കനത്തിലും വളരുന്ന പുല്ലുവർഗത്തിൽപ്പെട്ട സസ്യം. അപ്പോൾ തിരിച്ചൊക്കെ ചോദിക്കാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ ചില വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാല്യകാല സഖി എന്ന നോവൽ രചിച്ചതാര്? വൈക്കം മുഹമ്മദ് ബഷീർ. തിമിരം എന്ന രോഗം ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? കണ്ണ്. കഴിഞ്ഞ വർഷം മഞ്ഞപ്പിത്തം ബാധിക്കുന്ന അവയവമായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? അത് കരളായിരുന്നു. ഇനി ഓരോ അവയവത്തെയും ബാധിക്കുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഉടൻ തന്നെ നൽകാം കേട്ടോ. അത് നിങ്ങൾക്ക് LSSനും USSനും ഇങ്ങനെയുള്ള എക്സാമിനൊക്കെ ആവശ്യം വരും. സസ്യങ്ങളുടെ അടുക്കള എന്നറിയപ്പെടുന്ന ഭാഗം? ഇല. 16ാമത്തെ ചോദ്യം, മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഇടുക്കി. ഒരു ടൺ എത്ര കിലോഗ്രാമാണ്? 1000. കിൻഡൽ, കിലോഗ്രാം, ടണ്ണ്, കിലോമീറ്റർ, ഒരു പവൻ സ്വർണ്ണം എത്രയാണ്, 1 കിലോഗ്രാം സ്വർണ്ണം എത്രയാണ്, അതൊക്കെ നമുക്ക് പഠിക്കാണ്ട് കേട്ടോ. 4ാം ക്ലാസ്സിൽ LSSൽ ലാസ്റ്റ് ഭാഗമാണ്. അതൊക്കെ നന്നായിട്ട് നമുക്ക് പഠിക്കണം. 18ാമത്തെ ചോദ്യം, ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിച്ചത് ഏത് നഗരത്തിലായിരുന്നു?
ഹിരോഷിമ. ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ജാഥാഗാനമായ വരിക വരിക സഹചരെ എന്ന ഗാനം എഴുതിയതാര്? അംഷി നാരായണപിള്ള. ചന്ദ്രനിൽ നിന്നും നോക്കുമ്പോൾ ആകാശം ഏത് നിറത്തിലായിരിക്കും കാണുക? കറുപ്പ്. ബ്രേക്കർ ക്വസ്റ്റ്യൻസ് ആണ്, അതും കൂടി നോക്കാം. കിഴാർ നെല്ലി എന്ന ഔഷധച്ചെടി പ്രധാനമായും ഏത് അസുഖത്തിൻ്റെ ചികിത്സക്കാണ് ഉപയോഗിക്കുന്നത്? മഞ്ഞപ്പിത്തം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഇടുക്കി. ഈ അടുത്ത് മണ്ണിടിച്ചിലുണ്ടായ ഷിരൂർ ഏത് സംസ്ഥാനത്താണ്? കർണാടക. 2028 ഒളിമ്പിക്സിന് വേദിയാകുന്ന ലോസ് ആഞ്ചൽസ് നഗരം ഏത് രാജ്യത്താണ്? അമേരിക്ക. കേരള സിംഹം എന്നറിയപ്പെടുന്ന രാജാവ്? പഴശ്ശിരാജ. മക്കളെ, കറണ്ട് അഫയേഴ്സ് ഭാഗത്തിൻ്റെ കുറേ ചോദ്യങ്ങൾ വന്നിട്ടില്ലേ? നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളൊക്കെ നൽകുന്നുണ്ട്. എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. ഓരോ വീഡിയോസും പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളത്. നിങ്ങൾക്ക് ദിനാചരണ ക്വിസ് വീഡിയോസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ മക്കളെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക.